ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:35 കഴിഞ്ഞ് 4:40 4:30 ഇറങ്ങണമെന്ന് കരുതിയതാണ്. എനിക്ക് സാധിച്ചില്ല. ആയിരിക്കും നല്ല ഉറക്കമാണ്. അപ്പോൾ എല്ലാം റെഡിയായി നമ്മുടെ വണ്ടി എടുക്കുക, നേരെ വിടുക. ഏതാണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഒരു 85-86 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒറ്റ കൂടെല്ലാം വിട്ട് അവിടേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഓട്ടോറിക്ഷ കൊണ്ട് എങ്ങനെ പോക്ക് അതേ ലെവലിൽ തന്നെ പോവുക. ഒരു 1.5 മണിക്കൂർ എണ്ണ ചെയ്തിട്ട് നിർത്തിയിട്ടേ പിന്നെ പോവുള്ളൂ. ഏതായാലും പിന്നെ കാത്ത് രണ്ടാളും കൂടി നിൽക്കുന്നുണ്ട്. ധനേശേട്ടുണ്ട്, പിന്നെ വേറെ ആരോണ്, ധനേശേട്ടൻ്റെ ഫ്രണ്ടാണ്. സ്റ്റാൻഡിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ പിന്നെ മൂപ്പരും കൂടി എടുത്തിട്ട് ഞാൻ അങ്ങനെ പോവാണ്, ഇറങ്ങാണ്. അവരുടെ അടുത്തേക്ക് പോട്ടോ കേട്ടോ. കാരണം 4:30 അവിടെ എത്താമെന്ന് പറഞ്ഞത്. അപ്പം തന്നെ 4:40 ചെങ്ങന്മാരെ. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ മൈക്ക് വെച്ചിട്ടുണ്ട്. മൈക്കേല് റെക്കോർഡ് ചെയ്തിട്ട് ഇത് റെക്കോർഡിങ് ആവുണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടാ. എന്നാലും ഞാൻ റെക്കോർഡ് ചെയ്യാണ്. ഇത് ഓൺ വോയിസ് പറ്റിയില്ലെങ്കിലും റെക്കോർഡ് ചെയ്താണ്ടെങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ്. ധനേശേട്ടൻ്റെ അടുക്കാണെന്നാണ് ഞാൻ ആദ്യം പോകുന്നത്. ആദ്യം ഒരാൾ എടുക്കണം, പിന്നെ വേറൊരാളെയും കൂടി എടുക്കണം. നേരെ മെയിൻ റോഡ് എത്തിക്കണ്. ഇതിപ്പം ധനേശേട്ടൻ കയറിയിട്ടുണ്ട്. ഇനി ദിനേശേട്ടൻ കയറാനുണ്ട്. ദിനേശേട്ടൻ്റെ ഒപ്പം കളി. ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് ബൈപ്പാസിന് ഓടിക്കില്ല ചേട്ടാ. അതാ നിൽക്കുന്ന ഒരാള്. അത് ഞാൻ കരുതിയ ആളെ. യെസ്. നേരത്തെ ഞങ്ങള് പട്ടിക്കാട് എത്തിയിട്ടുണ്ട്. പട്ടിക്കാട്ടിൽ ഇപ്പൊ ട്രിപ്പ് എത്തിയിട്ട് ഇപ്പൊ കുറെ ആയിട്ടോ. പട്ടിക്കാട്ടിൽ നിന്നാണ് നമ്മൾക്ക് മറ്റേ പട്ടിക്കാട് പോകുമ്പോ ഇതൊക്കെ നമ്മളിതിന് മുമ്പ് പ്രാവശ്യം വന്നത്. അത് കഴിഞ്ഞ് പട്ടിക്കാടും കഴിഞ്ഞു. ഇനി അടുത്തത് പെരിന്തൽമണ്ണ ഓടിക്കട്ടെ. പെരിന്തൽമണ്ണ വഴി അങ്ങനെയാണ് ഒക്കെ പോകുന്നത്. സമയം എന്ന് പറയുന്നത് 5:30 ഞാൻ പട്ടിക്കാട് കഴിഞ്ഞിട്ട് ഞങ്ങള് നൈസായിട്ടൊരു പമ്പിൽ കയറി. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു. പക്ഷേങ്കിൽ ഒരു 460 എണ്ണ കയറിയുള്ളൂ വണ്ടിയിൽ. ബാക്കി പിന്നെ വണ്ടിയിൽ എണ്ണ ഉണ്ട്. ഇന്നത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയലുണ്ട്, ടാങ്ക് ഞാൻ ഫില്ല് ചെയ്യില്ല. ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക്, അറിയാത്ത ആളുകളാണെങ്കിൽ പുറത്തേക്ക് എണ്ണ പോവും. അതായത് നമ്മൾ പട്ടിക്കാട് ഫിഷ് മാർക്കറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ നേരത്തെ കണ്ട ഇഷ്ടം പോലെ വണ്ടികളായിരിക്കും. എല്ലാവരും മീൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീനെ നാടുകളിലേക്ക്, വീടുകളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടുള്ള കച്ചവടക്കാരോടെ ഉണ്ടാവും. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ 5:35 നേരത്തെ ഇവിടെ ഉള്ള ഒരു തിരക്കാണ് ഈ കാണുന്നത്. ഒരു ഹാർബറിലുള്ള തിരക്കോടെ ഉണ്ടാവും. ഈ പെട്ടി ലോഡ് കൊണ്ടുപോകണം. മനോഹരമായിട്ടുള്ള രാവിലത്തെ കാഴ്ചകളാണ് അതൊക്കെ. ഇത് മാത്രം അപ്പൊ നമുക്കൊരു പ്രത്യേക കാഴ്ചയായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ പോന്ന് പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ നമ്മള് ഏതാണ്ട് 30 കിലോമീറ്റർ ഇപ്പൊ നമ്മള് പോന്നു. പെരിന്തൽമണ്ണ 30 കഴിക്കില്ല, 29 വരുന്നുള്ളൂ. തേങ്ങവരപ്പം നമ്മൾ പോന്ന് പുലാമന്തോളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുലാമന്തോളം കരുതായിട്ട് വലിയ ടൗൺ തന്നെയാണ്. ഏകദേശം നമ്മളെ പെരിന്തൽമണ്ണ പോലെയൊക്കെ. ഇനി ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് ഉണ്ട് കയറാൻ. പുഴയിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. നോക്കാം. നല്ല കളർഫുള്ള് പാലാങ്ങളാണ്. എല്ലാത്ത വെള്ളം നല്ല കലങ്ങിയ വെള്ളമാണ്. സൈഡിൽ കാണുന്നുണ്ടാവില്ല. വെള്ളം കുറവാണ് പറഞ്ഞത്. മഴ ഇത്രയും പേരൊക്കെ വെള്ളം കുറവാണ്. പിന്നെ നേരം വെളുത്തു 6:05 നേരം വെളുത്തിട്ടുണ്ട്. പോയിക്കൊണ്ടിട്ട് തന്നെയാണ്. ഏതാണ്ട് ഒരു 40 കിലോമീറ്ററിലേറെ പോകുന്നുണ്ടോ നമ്മള്. നമ്മളവിടെ നിന്ന് കുറച്ച് ദൂരെ പോകുന്നിട്ടുള്ളൂ. ബാക്ക് ഉറക്കുന്നു 1.5 മണിക്കൂറൊക്കെ ഉറക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ചൂടുണ്ടാവും. അത് നമ്മളെ കോമ്പാക്റ്റ് ആയുള്ളൊരു മെച്ചം എന്താ അറിയോ, നെറ്റ് കൂടുതലാണ്, നല്ല ഗ്യാപ്പാണ്, വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ലല്ലോ. പിന്നെ കാലാവസ്ഥ ക്ലൈമറ്റും ഒക്കെ അല്ലേ, തണുത്താണ്. പിന്നെ ഇത് ദിനേശേട്ടൻ ആദ്യമായിട്ട് നമ്മളെ പ്രേക്ഷകർ കാണണം. ധനേശേട്ടനെ പിന്നെ ഇടക്കും തലക്കിൻ്റെ ഒപ്പം അങ്ങനെ കാണണമെന്നിരിക്കും. നമ്മളിവിടെ ചെറിയൊരു ചായക്കട ഉണ്ട്. പുറമെ ചായ കുടിച്ചിട്ട് വിടാന്ന് കരുതി. ഒരു ചായ തന്നെ ഉള്ളൂ, കടിയൊന്നും വേണ്ട അല്ലേ. ചെങ്ങന്മാരപ്പം ഞങ്ങളങ്ങനെ പോന്ന് പട്ടാമ്പി എത്തിയിട്ടുണ്ട് കേട്ടോ. പട്ടാമ്പിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളേതാണ്ട് ഇനിയൊരു 35 കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടാവുള്ളൂ എന്നാണ് ഗുരുവായൂരിലേക്ക്. പട്ടാമ്പിയൊക്കെ നല്ല രീതിയിൽ ഉണർന്നുകൊണ്ടിരിക്കുന്നു. രാവിലത്തെ കാഴ്ചയാണ്. പട്ടാമ്പി എത്തിയത് നമ്മൾ 6:30-ക്കാണ്. പട്ടാമ്പിയിൽ ഇതാ വലിയൊരു കുഴി കിടക്കുന്ന റോട്ടിൽ നമുക്ക് ചവിട്ടി ഇറക്കി പോവാം. അയ്യോ
ഇവിടുന്ന് നമ്മൾ റൈറ്റ്. അതേട്ടാ റൈറ്റ് അല്ലേ? റൈറ്റ്. ഓ മൈ ഗോഡ്. വലത്തേക്ക് കയറാം. സിഗ്നലുണ്ടോ? സിഗ്നലില്ല. ഓ നേരത്തെ ഇവിടെ നിന്ന് ഓട്ടോ സ്റ്റാൻഡ് ഒന്നും കാണാമല്ലോ. കൊള്ളാട്ട പട്ടാമ്പിയൊക്കെ അങ്ങോട്ട് പോരുമ്പോ വരും ടൈറ്റ് കയറാം. നമ്മൾ അങ്ങോട്ട് പോകുന്ന ആ ഈ ഒരു സുഖം നമുക്ക് ഇങ്ങോട്ട് പോരുമ്പോ കിട്ടും. എത്ര നേരത്തെ ആയതുകൊണ്ടാവാം വലിയൊരു ബ്ലോക്ക് ഒന്നും ഇല്ല. പട്ടാമ്പിയിൽ നിന്നും പോകുന്ന പട്ടാമ്പി പാലം ഭാരതപ്പുഴയാണല്ലേ. ഭാരതപ്പുഴ ആക്കണ നല്ല കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ്. ഭാരതപ്പുഴയുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച. വെള്ളം കുറവാണ്. അങ്ങനെ ഭാരതപ്പുഴ മുറിച്ച് കിടന്ന് ഞങ്ങൾ അന്ന് ഗുരുവായൂർ ലക്ഷ്യം വെച്ച് പോകുന്നു. നമ്മളിപ്പോൾ ജില്ലയൊക്കെ വിട്ട് പോകുന്നു കേട്ടോ. ജില്ലയൊക്കെ കഴിഞ്ഞ് പോകുന്നു. പട്ടാമ്പി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംഗമ ടൗണാണല്ലോ. 3 ജില്ലകളുടെ ഒരു സംഗമം പട്ടാമ്പി. അങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയാം. ഓക്കെ, ഇതിലൊക്കെ വേഗം വെള്ളം കയറില്ലേ? ഓക്കെ, ചെങ്ങയമര അതിമനോഹരമായ പാടശേഖരമാണ് നമ്മൾ കാണുന്നത്. ഫുള്ള് പച്ച വിരിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അതിസുന്ദരമായ ഒരു കാഴ്ച. ഞങ്ങളിപ്പോ ഏതാണ്ട് ചാലിശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞങ്ങനെ പോന്നു. കഴിഞ്ഞ് പോന്നിട്ട് 5 മിനിറ്റോളമായി. ഇപ്പൊ സമയം 7 മണി ആയിട്ടുണ്ട്. 7 മണി നേരത്തെ ബാക്കിൽ ബാക്കിൽ രണ്ടെണ്ണം നല്ല സൊറ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫുൾ ഓപ്ഷൻ ഡ്രൈവിംഗ് ആണ്. നമുക്ക് ഏത് വണ്ടിയായാലും ഡ്രൈവ് ചെയ്യാന്നുള്ളതാണ്. അവരെ ഞാൻ ബാക്കിൽ എത്തിയിട്ട് അവർ സൊറ പറയുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞ പോലെ ഞാൻ പ്രതീക്ഷിക്കുന്നത് 8 മണിയായിരുന്നു. പക്ഷേ ഇനി ഇവിടുന്ന് ഒരു 10-22 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. 22 കിലോമീറ്റർ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തും. 22 ഉണ്ടാവില്ല, 20 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പോന്ന് 7:15 ആയപ്പോഴേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നോ എൻട്രി എന്ന് പറഞ്ഞാല് ഓൾ വെഹിക്കിൾസ്. പക്ഷെങ്കിൽ ഓട്ടോ 2 വീൽ 3 വീൽ എൻട്രി ഉണ്ട് കേട്ടോ. 2 വീൽ 3 വീൽ എൻട്രി ചെയ്യാം. പക്ഷേങ്കിൽ എല്ലാ വണ്ടി എൻട്രി ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ഇനി നേരെ ആയതുകൊണ്ടാവാം. കുറച്ചുകൂടി കഴിയുമ്പോഴാവും ടൈറ്റ് ആവും. അപ്പൊ കുന്നംകുളത്ത് കൂടെയാണ് നമ്മളുടെ യാത്ര. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ഗുഡ്സിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബൈക്കിലൊക്കെ മീൻ കിട്ടുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഗുഡ്സിലാണ് മീനൊക്കെ വെക്കുന്നത്. അതുപോലെ സൈക്കിളിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലേക്ക്. ഇപ്പൊ അതുമില്ല. സൈക്കിളും അതുപോലത്തെ മേക്ക് ബൈക്ക് പോലത്തെ സംഭവങ്ങളൊന്നും മീനത്തോടൊന്നും ഇവിടെ ഈ റൂട്ടിൽ കയറിയിട്ട് ധാരാളമായിട്ട് കാണുന്നുണ്ട്. ചെറുകിട മീനത്തോടക്കാരൻ ലെഫ്റ്റ് എടുക്കും. ഏത് സ്ഥലം? ഗുരുവായൂർ മമ്മിയൂരാണല്ലേ. മമ്മിയൂര് അമ്പലത്തേക്ക് പോണ്ടേ ചേട്ടാ? മമ്മിയൂര് കയറണ്ടേ? അതിനെവിടെ പോയിട്ട് മമ്മിയൂര് നമുക്ക് റിട്ടേണുകൾ എടുക്കാം. ഗുരുവായൂരിന്ന് റിട്ടേണുകൾ മമ്മിയൂര് എടുക്കാം. ചേങ്ങര പേ പാർക്കിൽ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് നടന്ന് ക്ഷേത്രത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് ഗുരുവായൂർ കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ക്ഷേത്രത്തേക്ക് പോട്ടെ. പപ്പടക്കാരനാണ് ഈ പോണത്. ഞങ്ങളെ മുന്നിൽ ഞങ്ങൾ പടിഞ്ഞാറേ നടയിലേക്കാട്ടോ വന്നിട്ടുള്ളത്. പടിഞ്ഞാറേ നടയിലെ ലാക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ എന്താ പറയുക ഫ്രണ്ടിലേക്ക് KK നടയിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ സർക്കിൾ ചെയ്ത് ധനേശ്വരന് നിർബന്ധമുണ്ട് KK നടയിലേക്ക് തന്നെ പോകണം. അപ്പോൾ ആ KK നടയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ആരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്ന് പോന്ന് ഇനി ഞങ്ങൾ മമ്മിയൂർ മഹാദേവനെ കാണാൻ വേണ്ടി പോവാണ് അല്ലേ? അതെ, മഹാദേവനെ കാണാൻ വേണ്ടി നടന്ന പോകുന്ന വണ്ടി ഒന്നും എടുത്തിട്ടില്ല. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാണ്ടെന്ന് പറഞ്ഞത്. 10 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് ഇപ്പോൾ നമ്മൾ നടന്നില്ലേ? 5 മിനിറ്റ് നടന്നു. ദർശനം അടിപൊളിയായിരുന്നു. എന്താ പറയുക, നല്ല ഭാഗ്യം പോലെ ഭഗവാനെ നേരിട്ട് ഒരുപാട് നേരം നിന്ന് ഭഗവാനോട് സംസാരിക്കാനൊക്കെ പറ്റും അല്ലേ? ടൈം എടുത്ത് തൊഴാൻ വേണ്ടി പറ്റിയില്ലേ? വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതാ പറഞ്ഞത്. ഭഗവാനോട് ഒരുപാട് നേരം നമ്മുടെ പരിഭവങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെക്കാൻ വേണ്ടി പറ്റി. നല്ല ഒരു തിരക്കില്ലാത്ത നിമിഷം ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് കിട്ടിയെന്നുള്ള
ഇനി മമ്മിയൂർ ഇവിടെ എവിടെയാണ് കുറച്ചും കൂടി പോകാണ്ടില്ലേ? കുറച്ചുകൂടി പോവാം. ചേച്ചി പറഞ്ഞു. ആ ഒരു 10 മിനിറ്റ് നടത്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ 5 മിനിറ്റ് ആയി. പിന്നെ നമ്മളെ കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് പോകാം. ബസ്സാണ് പോണേ. അതാണ് മമ്മിയൂരിൻ്റെ ബോർഡ്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഫുള്ളാണ് ടൈറ്റ്. ഇവർക്ക് ഓട്ടം കണക്ക് തന്നെ. മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അല്ലേ? അണ്ടർ മലബാർ ദേവസ്വം ബോർഡ്. ക്ഷേത്രത്തിനകത്തേക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ഇവിടെ നിൽക്കാനേ പറ്റുന്നുണ്ടാവുള്ളൂ. മമ്മിയൂരിൽ നിന്ന് ഞങ്ങൾ ഇവിടെ പറയാനല്ലേ. ഞങ്ങൾ ഇവിടുന്ന് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. നല്ല സദ്യ ഉണ്ടായിരുന്നു. അതിക്ക് ഒരു അവിയലും അതുപോലെ തന്നെ പിന്നെ വേറൊരു മസാല ഇട്ടു, പിന്നെ സാമ്പാറും ചോറും. അതായിരുന്നു മമ്മിയൂരിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. ഇനിയിപ്പോൾ എൻ്റെ ഒപ്പം പോകുന്നിട്ട് തിന്നാൻ കിട്ടില്ല എന്ന് പറയണ്ട. കിട്ടിയില്ലേ? ഓസി അല്ല, ഇതിന് ഓസി എന്ന് പറയരുത്. അന്നദാനം മഹാദാനം എന്നാണ്. ചേച്ചി പറഞ്ഞോണ്ടിട്ടിയല്ലേ? അല്ലെങ്കിൽ പോയി കൂട്ടില്ലേ? അല്ല എന്നിട്ട് വരിക്കുന്നിട്ട് എന്താ പറഞ്ഞേ? പോവല്ലേ ഞങ്ങൾക്ക് ഒക്കെ ഒരു പറയണ മാതിരി. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡാണിത് അല്ലേ? സംഭവം 10 വണ്ടി ഉണ്ടല്ലോ. നല്ല വണ്ടി ഉണ്ടല്ലേ? ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡാണ് ഗുരുവായൂർ ഓട്ടോ സ്റ്റാൻഡ്. വേറെ തൊട്ടപ്പുറത്ത് കൂടെ തന്നെ ഒരു നദി ഒഴുകുന്നുണ്ട്. മീനുണ്ടോ? നല്ല വെള്ളം, നല്ല വൃത്തി ഉണ്ടല്ലോ. ഇത് കാണാല്ലേ? വലിയ അഴുക്കൊന്നുമില്ലല്ലോ. വൃത്തിയാക്കണം. ചങ്ങന്മാരെ ഞങ്ങൾ ഒരു കൺഫ്യൂഷനിലാണ്. ഞങ്ങൾക്ക് ബീച്ചിക്കും പോകണം, ആനപ്പന്തിക്കും പോകണം. ബീച്ച് ആ ഡയറക്ഷൻ, ആനപ്പന്തി ആ ഡയറക്ഷൻ, ബീച്ച് ഈ ഡയറക്ഷൻ. അതാണ് പ്രശ്നം. അപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ തിരുത്തിരി ദേവിയെ വെക്കണം. തിരുത്തിരി ദേവിയെ വൈകാട്ട് ഞങ്ങള് ആനപ്പന്തി പിടിക്കാന്നാണ് കരുതുന്നത് അല്ലേ? സ്റ്റാർട്ടാണ് പോയോക്ക. വേറെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആനപ്പന്തിയായി. ഞങ്ങളുടെ ലക്ഷ്യം ആനപ്പന്തി ആക്കിയിട്ടുണ്ട്. ഇതാക്കണം നമ്മളുടെ കൂട്ടന്മാർ. ആനകളെ കാണാമോ? കുണ്ടന്മാരല്ലല്ലോ, കുട്ടന്മാരല്ലേ? കുള്ളന്മാരും പറയാ. കൊള്ളാട്ടാ, ഇവനും കൊള്ളാം, ഓനും കൊള്ളാം. ആ ചുറ്റിനും ആനകളാണ്. ആനപ്പന്തിന്ന് ഞങ്ങള് ഇറങ്ങി റൂട്ട് കെട്ടിയാണ്. ഞങ്ങൾ ഇനി നേരെ പോകുന്ന ചാവക്കാട് ബീച്ചിലേക്ക്. ഇവിടുന്ന് കാണിക്കുന്നത് നമുക്ക് 7 കിലോമീറ്റർ ആണ്. ഒരു 7 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ ചാവക്കാട് ബീച്ചിലെ തിരയും കൂടി എണ്ണിയിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകണുള്ളൂ. അവിടെ എന്തൊക്കെയുണ്ട് കാഴ്ച നമുക്ക് അതും കൂടി കണ്ടിട്ട് പോവാം. ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അതിലെ തിരിയാം. തേങ്ങാരപ്പടൊക്കെ ഭയങ്കര തിരക്കാണല്ലോ അല്ലേ? നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ ആണത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകണുള്ളൂ, പണി നടക്കണുള്ളൂ. ഇവിടെ പണി പുരോഗമിക്കുന്നു കണ്ടോ? നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ്. അങ്ങനെ ഞങ്ങൾ കടലമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ്. കടലമ്മന്റെ മടിത്തട്ടിലേക്ക് ഞാൻ നമ്മളുടെ വണ്ടിയെ ഓടിച്ചുകൊണ്ട് പോവുകയാണ് മക്കളെ. ഞങ്ങള് ഇപ്പൊ ആനപ്പന്തി പോയില്ല. ആനപ്പന്തിന്റെ 5 മണി വരെയാണ് ഓപ്പണിംഗ് ഉള്ളത് കേട്ടോ. ഞങ്ങൾ ഈ ഓപ്പണിങ്ങിന്റെ കേസിൽ അത് ക്ലോസ് ആവുമെന്ന് എഴുതിയിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് അവിടെ പോയത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ മഴ, നല്ല കാറ്റടിക്കേണ്ട മഴ കണ്ടു. പിന്നെ മഴൻ്റെ എന്തെല്ലാം കഴിയട്ടെ. തെങ്ങ് കാശിൽ ഉലയുന്നത് കാണുന്നത്. തെങ്ങൊക്കെ ഫുൾ ടൈം ഇങ്ങനെ തന്നെ ആയി മാറിയോണ്ട് നല്ല കാറ്റ് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റാം. തെങ്ങ് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 20 രൂപയാണ് അടവിട്ട്. കുട്ടികൾക്ക് 19 ഉണ്ട്. പിന്നെ 36 ആനകളാണ് അവിടെ ഉള്ളത്. ധനശേട്ടൻ 40 ആന ഉണ്ട് പറഞ്ഞു. വലിയ കണക്കിൽ വ്യത്യാസമൊന്നുമില്ല. 36 ആനകൾ അവിടെ ഉണ്ട്. അതിൽ 16 മതപ്പാട് കൊണ്ട് അല്ലേ ബാക്കിലാക്കിയിട്ട് കെട്ടിയേക്കാണല്ലേ? കെട്ടിയേക്കാണ്. ഏതായാലും അത് കാണാൻ വേണ്ടി പറ്റി. അത് ഗുരുവായൂർ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അത് ആനപ്പന്തി. എന്തായാലും ഒന്ന് പോയി നോക്കുക. ഒരുപാട് കൊമ്പന്മാരെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ബീച്ചിലാണ്. ബീച്ചിൽ മഴ ഒന്ന് സ്ലോവാകട്ടെ, എന്നിട്ട് വേണം നമുക്കൊന്ന് ഇറങ്ങി കാണാം. ഇപ്പോൾ നമ്മുടെ വണ്ടി ലോക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് അത്ര ലോക്ക് മതിയല്ലോ. ഇതിലേതാ ഒരു നദി ഒഴുകുന്നു. മഴ മാറിയിട്ടുണ്ട്. ബീച്ചൊന്ന് ഓപ്പണായിട്ട് നല്ല കാറ്റുണ്ട്. അതിലൊക്കെ വള്ളങ്ങളതാ കിടക്കുന്നു. വള്ളങ്ങളൊന്നും പോയില്ല. ഇതൊക്കെ പഴയതാണല്ലേ? കംപ്ലീറ്റ് പഴയതാ അല്ല. ആ ഭാഗത്തേക്കൊക്കെ പുതിയതുണ്ട്. ഇതൊക്കെ പഴയതാ. നാഗയക്ഷിയാണ്. വണ്ടൂർക്കാരാ?
ബീച്ചാണ് വന്നത് ഞങ്ങൾ, ചാവക്കാട് ബീച്ച്. ചാവക്കാട് ബീച്ചിലാണ് അപ്പം നമ്മളുള്ളത്. ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം തിരക്കേടില്ല, ആളുകളുണ്ട്. ഈ മഴയൊക്കെ ആയതുകൊണ്ടാകുമ്പോൾ ചിലപ്പോൾ ആൾ കുറവ്. എന്നാലും ഇപ്പോൾ മുമ്പ് വന്നതിനെക്കാട്ടിലൊക്കെ ബീച്ചിൽ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കുറേ മുന്നേ, അതായത് ഒരു 3 വർഷം മുന്നേ ആര്യൻ്റെ ചോറ് കൊണ്ട് വന്നതാണ്. അന്ന് ഞാൻ അവരെ കൊണ്ട് ഈ ബീച്ചിലേക്കൊന്ന് വന്നിട്ടൊക്കെയാണ് പോകുന്നത്. അന്ന് ഇത്രയധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു മഴയായിട്ട് പോലും ഇപ്പോൾ അധികം ആളുകളുണ്ട്. പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് സംഭവങ്ങളൊന്നും ഇവിടെ എല്ലാം ഉണ്ടല്ലേ, അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളാണ് ആ കിടക്കുന്നതൊക്കെ. രാവിലെ നേരത്തേക്ക് വരികയാണെങ്കിൽ മീനൊക്കെ കൊണ്ടുവരുന്നതും അത് കൊണ്ടുപോകുന്നതും ഒക്കെ കാണാം. ഉണ്ടാക്കുന്ന കടലമ്മ അതിസുന്ദരമായിട്ട് തിരയടിച്ചു കൊണ്ടിരിക്കുന്നു. തിരയെണ്ണി കളിക്കാം, ഇനി കുറച്ച് നേരം നമുക്ക് തിരയെണ്ണി കളിക്കാം. ഗുരുവായൂർ വരുന്നവരെ തീർച്ചയായിട്ടും വന്ന് കാണുന്ന ഒരു സ്ഥലമാണിത്, ചാവക്കാട് ബീച്ച് എന്ന് പറയുന്നത്. കാറ്റുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ബീച്ച് ഒന്നുകൂടി വൃത്തിഹീനമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനത്തേക്കുള്ളൂ, അല്ലാതെ പ്ലാസ്റ്റിക്കായിട്ടൊന്നും ഉള്ള വേസ്റ്റുകളൊന്നും കാണാനില്ല. ഈ മരക്കൊമ്പുകൾ, അതുപോലെ തന്നെ നാളികേരം, അങ്ങനത്തെയൊക്കെയാണ്. എൻ്റെ കാലിൽ ഞാൻ നനക്കൂലടാ, പക്ഷേങ്കിൽ വെള്ളമൊന്ന് തൊടും ഞാൻ. പിന്നെ ചേട്ടനതാ ഓടിപ്പാഞ്ഞ് തിരയെ പിടിക്കാൻ വേണ്ടി പോകും. അതായിട്ടില്ലേ, അങ്ങോട്ട് ചെല്ലി, കുറച്ചുകൂടി ചെല്ലി. ഏതായാലും അത് അടിപൊളി. അപ്പം അങ്ങനെയൊക്കെ. ഇപ്പം കടലിൽ കണ്ട അവിടെ ഒരു കുപ്പിയുണ്ട്, ആ ഒരു കുപ്പിയിൽ പറ്റി പിടിച്ചേക്കുന്ന ആളുകളെ കണ്ട, എത്രങ്ങാനും പേരാ ഉണ്ടാ. ഒരു കുപ്പിയുണ്ട്, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണത്. ഇതുമലാണ് ഇവന്മാരെല്ലാവരും പിടിച്ചു. ഞാനൊക്കെ അടുത്ത് കണ്ടോ ശംഖ് പോലത്തെ, അത് നമ്മളെ ഒരുവിധ ഒച്ചാണുള്ളത്. അതിൻ്റെ പോണാണ് വേസ്റ്റാണ് പറഞ്ഞ തള്ളിക്കളയല്. ഇതൊക്കെ നമ്മളെപ്പോഴും കാണുന്ന കാഴ്ചയാണ്, അങ്ങനെ കുപ്പി വെക്കണേ. നമ്മുടെ നാട്ടിലുണ്ട് ഈ സാധനം, കാണാനുണ്ടോ? ഇതൊക്കെ നമ്മൾ ബീച്ചിലേക്ക് വരുമ്പോഴല്ലേ കാണുള്ളൂ. അതായത് നമ്മളെ കല്ലുമ്മക്കായൻ്റെ ഒരു ടൈപ്പ്, ആ വർഗത്തിൽപ്പെടുന്ന എന്തോ സാധനമാണത് വേസ്റ്റ്. ഇതിൻ്റെ പക്ഷേങ്കിൽ ഇതിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. ഇതിലാണുള്ളത് വന്നിട്ട് കേട്ടോ. വർക്കിംഗ് ആണ് ആള്, വെറുതെ നോട്ടെ ഒരു വെള്ളം വന്നാൽ പോയിക്കോളും. ഇതൊക്കെ കണ്ടങ്ങളെ, ഇതൊക്കെ എവിടുന്ന് വരണം. നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിടാം. അവിടെ ബാസ്ക്കറ്റ് ബോക്സ് കാര്യങ്ങളൊന്നും കാണാനില്ല. ഇതൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പുറക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നിന്ന് പൊറുക്കാനുള്ളത്. നമുക്ക് ടൈം ഇപ്പം ഇല്ല, നമ്മൾ പോവാണ്. 2:15 സമയമായി. 2:15 പോലെ പൂരത്തിൻ്റെ നഗരത്തിൽ നിന്നും, പൂരത്തിൻ്റെ നാട്ടിൽ നിന്നും പൂരത്തിൻ്റെ നാട് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം മാത്രമല്ല, പാലക്കാടൊക്കെ നമുക്ക് പൂരം. എന്നാലും കൂടെ പൂരമായ തൃശ്ശൂരിൽ നിന്നും തേക്കിൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ ചേക്കേറുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരപ്പനെയും കണ്ട് ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് യാത്ര. നല്ല മഴയാണ്, തൃശ്ശൂരിൻ്റെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ മമ്മിയൂരൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾ. നമുക്ക് പട്ടാമ്പി, അതായത് കുന്നംകുളം പട്ടാമ്പിയിൽ നിന്ന് പെരുന്തമണ്ണ വണ്ടൂർ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇനി വണ്ടൂർ പോണ വഴിക്ക് നമുക്ക് കുറച്ച് ചായയൊക്കെ കൊടുക്കും. കുറച്ച് കാരണം ഓരോ കുറച്ച് ചായ കുടിക്കണം. ഞങ്ങള് ഒരു 11 മണി നേരത്താണ് നമ്മളാ ഭക്ഷണം കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇളം വിശപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ചായക്കുള്ളൊരു പൂതിയാവല്. ചായന്റെ സമയം ആയിട്ടൊന്നുമില്ല. സമയം ഇപ്പം 3 മണിക്ക് 10 മിനിറ്റ്, അതാണ് സമയത്തിന് കണക്ക്. 2:50 നേരമായിട്ടുള്ളൂ. ഞങ്ങൾ റിട്ടേൺ തിരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് വിട്ടാൽ തന്നെ 2:50 വിട്ടാൽ തന്നെ 3, 4, 5, 6 മണിയാവും എന്തായാലും എത്താൻ. റോട്ടിൽ ബ്ലോക്ക് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ നേരം വൈകുന്നല്ലാതെ കുറയില്ല. നമ്മൾ രാവിലെ കണ്ട കുന്നംകുളം ഇതല്ല. അതിനേക്കാൾ കുന്നംകുളം ടൈറ്റായി, തിരക്കായി, വണ്ടികളായി, കടകളൊക്കെ തുറന്നു, ആളുകളൊക്കെ ഇറങ്ങി, നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടന്നു തുടങ്ങി. അടിപൊളിയായി. കുന്നംകുളത്തിന് ഒന്നും വാങ്ങാനില്ല. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, കുന്നംകുളം മാർക്കറ്റ്.
അതിലെ പോയിട്ടാണ്. മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്നത് ഇവിടുന്ന് റൈറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ മുമ്പ് പോയതാണ്. അന്ന് എൻ്റെ കയ്യിൽ ഓട്ടോ തന്നെ ആയിരുന്നു. ഞാൻ ഓട്ടോയിലേക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ്. ഇപ്പൊ നമ്മൾ പോകേണ്ടത് നേരെയാണ്, പെരിന്തൽമണ്ണ. ചെങ്ങന്മാരെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചായക്ക് പുതിയ നമ്മുടെ വണ്ടി നിർത്തി. ഇവിടെ മഴയല്ല കേട്ടോ. ഇത് കൂറ്റനാട് അല്ലേ, കൂറ്റനാട് എന്ന് പറഞ്ഞാൽ ചായ. ഇതെന്താ? ചിക്കൻ സാൻഡ്വിച്ചോ? ഇത് സമൂസ, പഴംപൊരി അല്ലേ, പിന്നെ പരിപ്പ് വട. ഇതെന്താ? ഫലാഫിൽ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? പഴംപൊരിയോ? ഒരു സമൂസ, ഒരു പഴംപൊരിയും, അല്ലെങ്കിൽ 2 പഴംപൊരി ആയിക്കോട്ടെ. സാധാരണ ചേട്ടാ കുടിക്കേ, ചായ കുടിക്കേ. 2 പഴംപൊരി, ഒന്നിനിക്കാണ്, ഒന്നിനാണ്. വേറെ സമോസ. ചൂടുണ്ട് കേട്ടോ, സാധനം അടിപൊളിയാ. നല്ല മഴ, അയിക്കൊത്തൊരു കാറ്റ്, അതൊക്കെ പടങ്ങ തണുപ്പിക്കണ്ട നമ്മളെ. ആ നേരത്തെ പോലത്തെ ഒരു ചായ, ഒരു പഴംപൊരി, അല്ലെങ്കിൽ ഒരു സമൂസ. മഴ ചായ, ജോൺസൺ മാഷാതെ തകർക്കണം. ഇതൊക്കെ തന്നെ പോയി വൈബ്, പെരും വൈബ്. വല്ലാത്ത 2 ചായ ഉണ്ട്. അടിപൊളി പഴംപൊരി, ചൂട് പഴംപൊരി, ചൂടുണ്ട്. സമൂസ, ചൂട് സമൂസ. ജിൻ്റെ കോപ്പി പിടിക്കല്ലേ. ആഹാ, ശരിയാട്ടോ. ഡ്രൈവർമാർക്ക് പറ്റിയ ചായ അല്ലേ. ഉണരും. പോകുന്ന വഴിയിൽ കുറച്ച് ഞാവൽപ്പഴം വെക്കുന്നുണ്ട്. ഏട്ടൻ്റെ പേരെന്താ? മുസ്തഫ. ആ, ഇപ്പോൾ കാക്കുവാണ്. കാക്കു നല്ല ഞാവൽപ്പഴം കച്ചവടം. 200 രൂപ കിലോ ഉണ്ട് അല്ലേ. ഞാൻ ആര്യക്ക് ഒരു 50 രൂപ കിലോ. 200 അല്ലേ? ശരി കേട്ടോ, വില പറഞ്ഞേക്കാണല്ലേ. ആ, കച്ചവടം ഉണ്ടോ? മഴ ആയതുകൊണ്ട്. ഞങ്ങൾ വണ്ടൂരാണ്. ശരിയാണ്. ചെങ്ങന്മാരപ്പം നമ്മൾ റിട്ടേൺ പട്ടാമ്പി എത്തിയിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്തു കൂടെ അല്ലെ, ഭാരതപ്പുഴയുടെ കുറുകെ നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ്. വെള്ളം കണ്ടോ, നല്ല കലങ്ങി മറിഞ്ഞാണ് പോകുന്നത്. ആഹാ, അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ സൈഡോ മേലൊക്കെ അതിസുന്ദരമായ കാഴ്ച. ആഹാ, ഭാരതപ്പുഴ അതാ ഒഴുകിപ്പോകും അങ്ങ് അറബിക്കടലിലോട്ട്. നമ്മൾ പട്ടാമ്പി എത്തി. പട്ടാമ്പിന്ന് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് വൈറ്റ് കയറിപ്പോകും. നാട്ടിൽ നിന്ന് ചിന്നു വിളിച്ചപ്പോൾ അവിടെ നല്ല മഴയാണെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ പട്ടാമ്പിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല പൊരിഞ്ഞ മഴയാണ്. എന്താ പറയാ, അപ്പം മഴ. ഈ സൈഡിൽ കാണിച്ചിട്ട് കട്ടണം ഇടാതെ ഇരിക്കുന്നത്. ഞാനേ ഓട്ടത്തിട്ട് പറ്റിയതാവാം. പൊളിഞ്ഞാട്ടി മഴ, പൊളിഞ്ഞാട്ടി മഴ. ഇരുടായിട്ടുണ്ട് ഇവിടെ. നല്ല ഇരുട്ട് മൂടി, നല്ല കനല്ല വെള്ളത്തുള്ളികളാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി ടൗണില് വാഹനത്തിരക്ക് ചെറിയ രീതിയിലുണ്ട്. റോഡ് കുറച്ച് മോശമാണ്. ഓന്റെ മക്കളെ, പട്ടാമ്പി ടൗണ് മഴ, പെരും മഴ. നമ്മളിവിടെ തിരിയാ അല്ലല്ലേ? പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. ഇതേ മഴയായിരിക്കും നാട്ടിലുള്ളത്. അതാണ് അവർ വിളിക്കുമ്പോ പറയുന്നത് ഇവിടെ നല്ല മഴയാണ്. രക്ഷയില്ല കേട്ടോ. ആ മഴ പെയ്ത് ഞങ്ങളിപ്പോ ഒരു ഏതാണ്ട് 5-6 കിലോമീറ്ററോളം പോകുന്നുണ്ട്. 5-6 കിലോമീറ്റർ ദൂരത്തേക്കും ആ മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. ഇപ്പൊ 2 ദിവസം കർശനമായിട്ട് ഫുള്ളോൺ അടച്ചു മൂടിയിട്ടാണ് പോകുന്നത്. ഒരു ഗുരുവായൂർ യാത്രയിൽ പെരും മഴക്കാലം. നനച്ചേട്ടാ, നനയുണ്ടോ? ആ, നനയിട്ടാ. അടിപൊളി മഴ. ഞാന് ഈ സൈഡിൽ ഇങ്ങോട്ട് ഇങ്ങനെ വെള്ളം ചാടിയിട്ട് മുണ്ടിന്റെ ഇവിടെയൊക്കെ നനഞ്ഞു. മുണ്ട അവിടെയൊക്കെ നനഞ്ഞ് ആകെ പിണ്ടി ആയിട്ടുണ്ട്. ഈ ചീറ്റല്ലേ, ചീറ്റാല വന്നിട്ട് അതാണ് പ്രശ്നം. ചെങ്ങന്മാരെ അപ്പൊ നമ്മള് പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ എത്തിയപ്പോ പെരും ബ്ലോക്ക് എന്ന് പറഞ്ഞ അസാദി ബ്ലോക്ക്. ഇവിടെ നല്ല ജനസാഗരമാണ്. ഇവിടെ മഴയല്ല. പിന്നെ ഇപ്പൊ ഈ സ്കൂളൊക്കെ വിടുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുട്ടികൾ റോട്ടിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. കുട്ടികൾ കൊണ്ടുപോകുന്ന വണ്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പോകാൻ വേണ്ടി കയ്യിലാകെ 13 സെക്കൻഡ്, 14, 12 ഒക്കെ
8 7 6 5 4 3 2 1 നമ്മ രക്ഷപ്പെട്ടേ. ഞങ്ങളെ റോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ റോഡ് നേരെ വിട്ടാൽ അങ്ങ് പാണ്ടിക്കാട് ചെല്ലും, പിന്നെ വണ്ടൂര് ചെല്ലും. നെയ്മി നമ്മൾ ചെങ്ങന്മാരെ പോണ വഴിക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. തല നെയ്മീന എന്താ വില പറഞ്ഞ്? 300. ഇവിടെ നിർത്തിയ പ്രശ്നം ഇതോ? എനിക്കിത് മതി. എനിക്കിത് മതി. ഒരു വേണ്ട. ഒരു ഒന്നുകൂടി എടുത്താൽ മതി. ആകെ 2 ആളുള്ളൂ ഞങ്ങൾ. അതാണ് നല്ല മാർക്കറ്റിലേ നല്ല മീൻ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ മീനുമായിട്ട് കട്ട് ചെയ്യാം. നമ്മളെവിടുന്നാ ഫുള്ളാക്കിയ? ചുങ്കത്തുനിന്നോ? പട്ടിക്കാട് നിന്നാണ് നമ്മൾ ഫുള്ളാക്കിയിരുന്നത് ടാങ്ക്. അപ്പോൾ കുറച്ച് പോയിരുന്നു. ഇപ്പോൾ രണ്ടാമത് നമ്മളൊരു 300 റുപ്യ കൂടി ഇവിടെ ചെറുകോട് എത്തിയിട്ട് വണ്ടൂരിക്കിന് ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ കൂടി ഉള്ളൂ. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ അടിക്കുന്നുണ്ട്. നാളെ എനിക്ക് ഇവിടെ ഉള്ള ഫ്രീ ആണ് പോലെ. ഇത് നമുക്ക് അരട്ടേങ്കി എണ്ണ ഉണ്ട് കേട്ടോ. അരട്ടേങ്കി എണ്ണ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് നമ്മൾ വണ്ടി എടുത്ത പ്രോത്സാഹനമാണ് പോലെ. 5:52 ആയിട്ടുണ്ടാവും. ആ നേരത്താണ് നമ്മൾ ചെറുകോട് എത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ 6 മണിക്ക് നമ്മൾ വണ്ടൂർ എത്തുന്നതാണ്. 6 മണിയോട് കൂടി നമ്മൾ വണ്ടൂർ എത്തി. ഇവിടുന്ന് ഒരു 5 മിനിറ്റിന്റെ ഒരു ഗ്യാപ്പേ ഉള്ളൂ. അതെ, 6 മണിക്ക് ഞങ്ങൾ കറക്റ്റ് എത്തുന്നതാണ്. നേരെ വീട്ടിലേക്കാണ്. ഇന്നിപ്പോൾ ഇനി ഓടല് പരിപാടിയൊന്നുമില്ല. രാവിലെ നേരത്തെ എണീറ്റതാണ്. പിന്നെ പോയാലും ക്ഷീണമായിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിനൊക്കെ ക്ഷീണം പറഞ്ഞാൽ എന്താ അല്ലേ? ക്ഷീണമൊന്നുമില്ല, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ അങ്ങാടിയിലേക്ക് ഓടാനായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല. നല്ല മഴ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു. വെള്ളം കണ്ട് ഈ സൈഡിലൊക്കെ പാടത്തൊക്കെ ധാരാളം വെള്ളം കയറി. പറഞ്ഞൊരു ഇതൊന്നും ഇവിടെ കാണാനില്ല. പക്ഷെ എന്നാലും ഉണ്ട്, വെള്ളം ഉണ്ട്. റോഡ് മറിയാനായിക്കണം ഇവിടെ. ആ പുല്ലുണ്ടായതുകൊണ്ടാണ് നമുക്ക് അറിയാത്തത്. അതായത് റോഡ് മറിയാൻ മാത്രം വെള്ളം ആയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഏലേടാ ഇവിടെ പിരിവടക്കുണ്ട് ബാക്കിൽ. ഞങ്ങളെ യാത്രക്ക് മൊത്തം ചെലവ് 1070 റുപ്യ. അപ്പൊ ആളുമേ ഞങ്ങക്ക് 360 റുപ്യ ചെലവ് വന്നത്. നിങ്ങൾക്ക് ബാക്കി 80 റുപ്യ. അപ്പൊ 80 റുപ്യ അല്ലേ? അപ്പൊ ദിനേശ് ചേട്ടൻ ടാറ്റ ബൈ ബൈ സി യു. തേങ്ങമാരെ ധനേശേട്ട നാട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തു. ആ തോടും പാടം ഒന്നാട്ടോ. അതാണ്ടോ തോട കണ്ടോ? തോട്ടിലൊക്കെ ടൈറ്റ് വെള്ളം. അപ്പൊ ഞങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വെള്ളം ഉണ്ടാവും. ധനേശേട്ടന്റെ വീടെത്തി. ധനേശേട്ടൻ ഇറങ്ങി. ധനേശേട്ടാ പിന്നെ കാണാം. നമ്മളെ ആൾക്കാരോട് ഒന്ന് പറഞ്ഞു പോയിക്കോളൂ. പായസം അതിനുള്ളല്ലോ. ഇതിലോ രസത്തിന്റെ പൊതി ഇല്ലല്ലോ. പേപ്പറിൽ പൊതിഞ്ഞ ഇല്ല അതില്ല. ഇതില് എത്ര? 165. 160 എടുക്കണ്ട കേട്ടോ. ആയിക്കോട്ടെ പോയി. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ അടുത്ത യാത്രയിൽ കാണാം. അതെ അതെ. പെരുമഴ പെരുമഴ പറഞ്ഞ പെരുമഴ. ആരും അവിടെ നടക്ക് അങ്ങോട്ട് നടക്ക്. കറണ്ടില്ല. കറണ്ടും ഇല്ലാൻ പോലെ. അപ്പൊ വെളിച്ചം ഉണ്ടാവില്ല. അപ്പൊ എന്താ വെച്ചാല് വീട്ടിലേക്ക് എത്തിക്കണ്. അരിയ എന്നാ എനിക്ക് പാൽപ്പായസം കേട്ടോ. പായസം കേട്ടോ കൊണ്ടുവന്നിങ്ങനെ. ഒരു പായസം, പിന്നെ പഞ്ചസാര. ഇതൊക്കെ തിന്നാനുള്ള എണ്ണയാണ് കേട്ടോ. പഴം, പഞ്ചസാര. പിന്നെ എനിക്കൊരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അതെവിടെ? ഇത് കാണാമല്ലോ. വെണ്ണ. കുളിച്ചിക്കണോ? ഇത് ആ സാധനം വെച്ചോ. മാല. രാത്രി ഇപ്പൊ കുടിച്ചാ നമുക്ക്. പിന്നെ പയണ്ട്. ഇതൊക്കെ സാമിന്റെ ആണ് കേട്ടോ. സാമി തന്നതാ. ആനനെ കണ്ടത്? ആന ഉണ്ടെന്നേ.
അമ്പേ എന്ന് പറയണ്ടാന അങ്ങനെയുണ്ടല്ലേ. എപ്പോ തുടങ്ങിയതാ മഴ? ഇതേപോലെ തന്നെ നല്ല മഴയാണ്. എൻ്റെ ചെങ്ങന്മാരെ അപ്പൊ പെരുമഴ കേട്ടോ, കറണ്ടും ഇല്ല. എന്നാ പിന്നെ ഈ വീഡിയോ അതിൻ്റെ ഒപ്പം വെക്കണം. വാ പായസം കൊണ്ടിട്ട് വേഗം വാ. പിന്നെ പറഞ്ഞ പോലെ അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞില്ലേ, ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം നമുക്ക് ചിലവ് വന്നിട്ടില്ല. ഉച്ച ഭക്ഷണം നമ്മൾ പിന്നെ ക്ഷേത്രത്തിൽ നിന്നാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ചിലവില്ല, എണ്ണ പൈസ മാത്രമേ ചിലവുള്ളൂ, ടിക്കറ്റ്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അത്ര ഇവിടെ നാളെ വരാം. ടാറ്റ ഉമ്മ, ഉറക്കെ പറയ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ബൈ.